Welcome to Digital Professor. So let's continue with our next topic, that is control statements in Java. What are control statements? We can define control statements are used to control the flow of execution of a program, and they can be used to decide which statements are executed, repeated or skipped. അതായത് ഒരു പ്രോഗ്രാമിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് സ്കിപ്പ് ചെയ്യുന്നത് എന്നൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ബേസിക്കലി മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് വണ്ണാണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ദ കൈൻഡ് that is used to choose between different execution paths. Decision making statementsലെ ഫസ്റ്റ് സബ് ഡിവിഷൻ ആണ് if സ്റ്റേറ്റ്മെൻറ്റ്. if സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് സപ്പോസ് int age ഈക്വൽ ടു 20. ഏജ് എന്ന് പറയുന്നത് 20 ആയിട്ട് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ if കണ്ടീഷൻ കൊടുക്കുകയാണ്. if age ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18. ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണെന്നുണ്ടെങ്കിൽ എലിജിബിൾ ടു വോട്ട് എന്നായിരിക്കും നമ്മളുടെ ഔട്ട്പുട്ട് വരിക. ഇഫ് ഏജ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 18 ആണെന്നുണ്ടെങ്കിൽ നോട്ട് എലിജിബിൾ ടു വോട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുന്നതാണ് if സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് വൺ if else സ്റ്റേറ്റ്മെൻറ്റ്. സപ്പോസ് int number ഈക്വൽ ടു 10 ആൻഡ് if number mod 2 is equal to 0. നമ്പർ ഈക്വൽ ടു 10 നമ്മൾ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് if കണ്ടീഷൻ കൊടുക്കുകയാണ്. മോഡുലസ് ഓഫ് 2 is equal to 0. That is number modulus of 2. 10 mod 2 equal to 0 ആണെങ്കിൽ ആ നമ്പർ എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. എൽസ് ഇറ്റ് വിൽ ബി ഓഡ്. ഇതേപോലെയുള്ള കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് if else സ്റ്റേറ്റ്മെൻറ്റ്. അതായത് നമ്പർ ഈക്വൽ ടു 10 ആണ്, ആ നമ്പർ ഡിവിസിബിൾ ബൈ 2 ആണെന്നുണ്ടെങ്കിൽ അത് ഈവൻ ആണ്, നോട്ട് ഡിവിസിബിൾ ബൈ 2 ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓഡ്. പ്രോഗ്രാംസ് ലൈക്ക് ടു ചെക്ക് വെദർ ദ ഗിവൺ നമ്പർ ഈസ് ഓഡ് ഓർ ഈവൻ അങ്ങനെയുള്ള പ്രോഗ്രാംസിലൊക്കെ നമ്മൾ if else സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യും. നെക്സ്റ്റ് വൺ ആണ് else if. 2 or more conditions, 1 or more conditions അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് else if. സപ്പോസ് കൺസിഡർ ദ എക്സാമ്പിൾ int marks ഈക്വൽ ടു 75 ആൻഡ് if marks ഈസ് ഗ്രേറ്റർ ദാൻ 90 ആണെന്നുണ്ടെങ്കിൽ the output will be grade A. If marks is greater than or equal to 75, grade B, else grade C. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇപ്പോൾ സപ്പോസ് ദ program is like this, you need to print the grade of all the students who scored above 90 and above 80, above 70 like that. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് else if സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം. അതായത് മാർക്സ് ഈക്വൽ ടു 75 എന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. if mark is greater than or equal to 90 ആണെന്നുണ്ടെങ്കിൽ that student will get grade A. if the marks else if marks is greater than or equal to 75 ആണെങ്കിൽ grade B, else it will be grade C. ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ യൂസ് ചെയ്യാനാണ് else if സ്റ്റേറ്റ്മെൻറ്റ്സ്. നെക്സ്റ്റ് ഡിസിഷൻ കണ്ടീഷൻ ആണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. സ്വിച്ച് എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ int day ഈക്വൽ ടു 3 എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഡേ 3 ആണ് നമ്മൾക്ക് ഔട്ട്പുട്ടായിട്ട് വരേണ്ടത്. സോ int day ഈക്വൽ ടു 3 സ്വിച്ച് ഡേ. ഈ ഡേ നമ്മൾ ചെക്ക് ചെയ്യണം. അതിൽ ഫസ്റ്റ് കേസ് ആണ് കേസ് 1 system.out.println Monday. മൺഡേ ആണോ എന്ന് ചെക്ക് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ബ്രേക്ക്, ആ കേസ് അവിടെ ബ്രേക്കായി. ദെൻ കേസ് 2 പോവും. ട്യൂസ്ഡേ ആണോ എന്ന് ചെക്ക് ചെയ്യും. 3 വെനസ്ഡേ ആണോ എന്ന് ചെക്ക് ചെയ്യും. ദെൻ ഡിഫോൾട്ട് ഇറ്റ് ഈസ് ആൻ ഇൻവാലിഡ് ഡേ. അപ്പോൾ ഇവിടെ int day ഈക്വൽ ടു 3 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേസ് 3 വരുമ്പോൾ വെനസ്ഡേ ആണ്. സോ ദ ഔട്ട്പുട്ട് വിൽ ബി വെനസ്ഡേ. ഇങ്ങനെയുള്ള കേസസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് കഴിഞ്ഞാൽ സെക്കൻഡ് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മൾ ഫസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കി, അതിൻ്റെ സബ് ഡിവിഷൻസ് കണ്ടു. if സ്റ്റേറ്റ്മെൻറ്റ്, if else if, സ്വിച്ച്. ഇനി നെക്സ്റ്റ് സെക്കൻഡ് വൺ ആണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഓൾസോ നോൺ ആസ് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. ബേസിക്കലി യൂസ് ചെയ്യുന്നത് ടു എക്സിക്യൂട്ട് എ ബ്ലോക്ക് ഓഫ് കോഡ് റിപ്പീറ്റഡ്ലി. നമ്മൾക്ക് ഒരു ടൈം വരുന്നവരെ അതിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് റൺ ചെയ്തുകൊണ്ടിരിക്കും. അതിലെ ഫസ്റ്റ് വൺ ആണ് ഫോർ ലൂപ്പ്, സെക്കൻഡ് വൺ വൈൽ ലൂപ്പ്. ഫോർ ലൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ദിസ്, ഫോർ int I ഈക്വൽ ടു 1, I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, I പ്ലസ് പ്ലസ്.
അതായത് ഐയുടെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആവുന്ന വരെ ഇത് ലൂപ്പിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഐ പ്ലസ് പ്ലസ് എന്ന് പറയുന്നത്. അതായത് ഇഫ് ഐ ഈക്വൽ ടു 1, അപ്പോൾ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഐ പ്ലസ് പ്ലസ് ഐ ഇൻക്രിമെൻറ്റ് ചെയ്യും. അപ്പോൾ ഐ ഈക്വൽ ടു 2 ആവും. എഗെയിൻ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഐ പ്ലസ് പ്ലസ് ചെയ്യും. അപ്പോൾ എഗെയിൻ ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവും. ഐ ഈക്വൽ ടു 3 ആവും. അതേമാതിരി ഐ ഈക്വൽ ടു 5 ആവുന്ന വരെ ഈ ലൂപ്പ് ഇവിടെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പ് ഇൻ ഐ ഈക്വൽ ടു 1 വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ഐ പ്ലസ് പ്ലസ്. അതായത് ഐയുടെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആവുന്ന വരെ ഇവിടെ ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഐ ഇൻക്രിമെന്റ് ചെയ്തിരിക്കും. അതായത് ഐ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു. വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ എന്ന് ചെക്ക് ചെയ്തു. അതെ, അപ്പോൾ അവിടെ ഐയുടെ വാല്യൂ അവിടെ പ്രിന്റ് ചെയ്യും. എന്നിട്ട് ഐ ഇൻക്രിമെന്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഐ ഈക്വൽ ടു 2 ആവും. എഗെയിൻ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഐയുടെ വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്യും. അപ്പോൾ 2 എന്ന് പ്രിന്റ് ചെയ്തു. നെക്സ്റ്റ് ഐ പ്ലസ് പ്ലസ് ചെയ്യും. ഐ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 3 ആവും. ഇതേപോലെ ഐയുടെ വാല്യൂ 5 ആവുന്ന വരെ ഈ ഒരു പ്രോസസ്സ് ഇവിടെ കണ്ടിന്യൂ ചെയ്തിരിക്കും. അതാണ് വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഡു വൈൽ. ഡു വൈലിൽ സെയിം പ്രോസസ്സാണ്, പക്ഷെ നമ്മൾ രണ്ട് കണ്ടീഷൻസ് കൊടുക്കും. അതായത് ഇൻറ്റ് ഐ ഈക്വൽ ടു 1. ഐയുടെ വാല്യൂ 1 ആണെങ്കിൽ ഡു ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യുക. എന്നിട്ട് ഐനെ ഇൻക്രിമെന്റ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു പ്രോസസ്സ് എപ്പോൾ വരെ കണ്ടിന്യൂ ചെയ്യണം? ഐയുടെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആവുന്ന വരെ ഈ ഒരു പ്രോസസ്സ് ഇവിടെ കണ്ടിന്യൂ ചെയ്യണം. അതാണ് ഡു വൈൽ ലൂപ്പ്. നെക്സ്റ്റ് വൺ ആണ് ഇപ്പോൾ ഫസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് കഴിഞ്ഞു. തേർഡ് വൺ ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ രണ്ട് ടൈപ്പാണ്, ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ. മെയിൻലി ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത് ടു ട്രാൻസ്ഫർ കൺട്രോൾ ഫ്രം വൺ പാർട്ട് ഓഫ് ദ പ്രോഗ്രാം ടു അനദർ. ഒരു പോർഷൻ ഓഫ് ദ പ്രോഗ്രാമിൽ നിന്ന് വേറൊരു പോർഷൻ ഓഫ് പ്രോഗ്രാമിലേക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് വൺ ആണ് ബ്രേക്ക്. അതായത് ടെർമിനേറ്റ് ദ ലൂപ്പ് ഓർ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ലൂപ്പ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ, ഫോർ ഇൻറ്റ് ഐ ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, ഐ പ്ലസ് പ്ലസ്. ഇതാണ് നമ്മളുടെ ഫോർ ലൂപ്പ്. ദെൻ ഇഫ് ഐ ഈക്വൽ ടു 5 ബ്രേക്ക് ആൻഡ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ഐ. ഇവിടെ ലൂപ്പ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൂപ്പിലെ കണ്ടീഷൻ എന്താണ്? ഐയുടെ വാല്യൂ 1 ആണ്. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആവുന്ന വരെ ഐ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് പോകണം. 10 ആവുമ്പോൾ മാത്രമാണ് ഈ ലൂപ്പ് ഇവിടെ കഴിയുള്ളൂ. പക്ഷേ നമ്മൾക്ക് ഇതിനെ ബ്രേക്ക് ചെയ്യണം ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ കണ്ടീഷനാണ് ഇഫ് ഐ ഈക്വൽ ടു 5. ഇവിടെ ഐയുടെ വാല്യൂ 5 ആയിക്കഴിഞ്ഞാൽ അവിടെ ബ്രേക്ക് ആവും. 10 ആവുന്ന വരെ വെയിറ്റ് ചെയ്യില്ല. ഐ ഈക്വൽ ടു 5 എന്ന ലൂപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ബ്രേക്ക് ചെയ്തു. എന്നിട്ട് ഐയുടെ വാല്യൂ അവിടെ പ്രിന്റ് ചെയ്തു. ഓക്കെ. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കണ്ടിന്യൂ. കണ്ടിന്യൂ ഈസ് യൂസ്ഡ് ടു സ്കിപ്പ് ദ കറണ്ട് ഐട്രേഷൻ ആൻഡ് മൂവ് ടു ദ നെക്സ്റ്റ് ഐട്രേഷൻ. കറൻ്റ്ലി റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഐട്രേഷൻ അവിടെ നിർത്തിയിട്ട് അടുത്തൊരു ഐട്രേഷനിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ ഇവിടെ ഫോർ ഇൻറ്റ് ഐ ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, ഐ പ്ലസ് പ്ലസ്. ഇതാണ് നമ്മളുടെ ഫോർ ലൂപ്പിൻ്റെ കണ്ടീഷൻ. അതായത് ഐയുടെ വാല്യൂ 1 ആണ്. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആവുന്ന വരെ ഈ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യും. അപ്പോൾ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആവുന്ന വരെ ഈ ഒരു ഫോർ ലൂപ്പ് ഐട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ വേറൊരു കണ്ടീഷൻ ഉണ്ട്, ഇഫ് ഐ ഈക്വൽ ടു 3. ഐ ഈക്വൽ ടു 3 ആയിക്കഴിഞ്ഞാൽ ഇവിടെ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ എന്ന് പറഞ്ഞിട്ട് ഐയുടെ വാല്യൂ നമ്മൾക്ക് പ്രിന്റ് ചെയ്യണം. അതായത് ഐ ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ എത്ര ഐ വാല്യൂസ് വന്നിട്ടുണ്ടാവും? 1 വന്നിട്ടുണ്ടാവും, 2 വന്നിട്ടുണ്ടാവും, 3 വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ 1, 2, 3 എന്നുള്ളത് ഇവിടെ പ്രിന്റ് ചെയ്യും. ഇവിടെ കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ട്. അതായത് 3 ആയിക്കഴിഞ്ഞാൽ ആ 1, 2, 3 വരെയുള്ള വാല്യൂസ് ഇവിടെ പ്രിന്റ് ആവണം. എന്നിട്ട് പിന്നെയും ഐട്രേഷൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. 5 ആവുന്ന വരെ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിലുള്ള മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് റിട്ടേൺ, വിച്ച് മീൻസ് എക്സിറ്റ് ഫ്രം എ മെത്തേഡ് ആൻഡ് ഓപ്ഷണലി റിട്ടേൺസ് എ വാല്യൂ. ഒരു മെത്തേഡ് എക്സിറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വാല്യൂ റിട്ടേൺ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, പബ്ലിക് ഇൻറ്റ് ആഡ് ഇൻറ്റ് എ ഇൻറ്റു ബി റിട്ടേൺ എ പ്ലസ് ബി. അതായത് ഇൻറ്റ് എ ഇൻറ്റു ബി, രണ്ട് നമ്പേഴ്സ് ഇവിടെ ഉണ്ട്. നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത് എന്താണ്? എയുടെയും ബിയുടെയും സം ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് എ പ്ലസ് ബി ഈക്വൽ ടു എന്താണോ ആ വാല്യൂ ആയിരിക്കും അവിടെ റിട്ടേൺ ചെയ്യുക. ഇതിനാണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്സ്. സോ നമുക്ക് ബേസിക്കലി 3 ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്.
അതിൽ ഡിസിഷൻ മേക്കിംഗ്, ലൂപ്പിംഗ്, ജമ്പ്. ഡിസിഷൻ മേക്കിങ്ങിൽ if else, else if and switch 4 ടൈപ്സ്. ആൻഡ് സെക്കൻഡ് വൺ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ for, while, do while 3 സ്റ്റേറ്റ്മെൻറ്റ്സ്. ദെൻ ജമ്പിൽ 3 ബ്രേക്ക്, കണ്ടിന്യൂ ആൻഡ് റിട്ടേൺ. അപ്പോൾ ഇത്രയാണ് 3 types of statements. So that's all about the control statements in Java.